ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. ഷെയർ മാർക്കറ്റിലെ ഈ പേരുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഷെയർ മാർക്കറ്റ് ട്രേഡർ, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റർ. എന്നാൽ ഇവരെങ്ങനെയാണ് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ് നല്ലത്? ട്രേഡർ ആണോ അതോ ഇൻവെസ്റ്റർ ആണോ? വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ആദ്യം നമുക്ക് ആരാണ് ഒരു ട്രേഡർ എന്ന് നോക്കാം. ഷെയർ മാർക്കറ്റിൻ്റെ പെട്ടെന്നുള്ള വില വ്യത്യാസങ്ങളിൽ നിന്നും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതി ഫോളോ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ട്രേഡർ എന്ന് വിളിക്കുന്നത്. ട്രേഡർ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലോങ് ടേം വ്യൂ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല. പൊതുവേ ട്രേഡേഴ്സ് അതേ ദിവസത്തിൽ തന്നെയോ ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ പെട്ടെന്ന് വാങ്ങലും വിൽക്കലും നടത്തുന്നവരായിരിക്കും. അവസരം കണ്ടുപിടിക്കാനായിട്ട് അവരെന്ത് ചെയ്യും? കൂടുതൽ സമയം സ്റ്റോക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ രാവിലെ 9 മണി മുതൽ അല്ലെങ്കിൽ അതിന് മുൻപോ വൈകിട്ട് 3:30 വരെയോ ട്രേഡേഴ്സ് സാധാരണ മാർക്കറ്റ് വാച്ച് ചെയ്യുന്നവരായിരിക്കും. ട്രേഡേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ടൂൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നല്ല സ്കില്ലും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ട്രേഡിംഗ് സ്ട്രെസ്സും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാകണം നല്ല ട്രേഡർ. ഇനി ആരാണ് ഒരു ഇൻവെസ്റ്റർ? ഷെയർ മാർക്കറ്റ്, അതായത് ഷെയർ മാർക്കറ്റിനെ പറ്റി ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം. അവർ പെട്ടെന്ന് ഉണ്ടാകുന്ന വില വ്യത്യാസം മൈൻഡ് ചെയ്യാറില്ല. അവർ കൂടുതലും പഠിക്കുന്നത് നല്ല ബിസിനസ്സുകൾ എങ്ങനെ വിലക്കുറവിന് വാങ്ങി അതിൽ നിന്നും ലോങ് ടൈമിൽ വലിയ ലാഭമുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ബിസിനസ്സാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതെന്നും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനേക്കാൾ കൂടുതലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ പറ്റിയും അതിൻ്റെ സ്കെയിലബിലിറ്റിയെ പറ്റിയുമായിരിക്കണം അവർ കൂടുതലും പഠിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് സാധാരണ രാവിലെ മുതൽ വൈകിട്ട് വരെ ഷെയർ മാർക്കറ്റിൽ മുഴുവൻ സമയം വാച്ച് ചെയ്യുന്നവരായിരിക്കില്ല. ഇൻവെസ്റ്റേഴ്സ് സാധാരണയായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽസും ആ ബിസിനസ്സിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയും എക്കണോമിക് ട്രെൻഡുകൾ, പിന്നെ ഒരു രാജ്യത്തുണ്ടാകുന്ന പുതുതായിട്ടുണ്ടാകുന്ന ബിസിനസ് ട്രെൻഡിനെ പറ്റിയും ഒക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ടും പഠിക്കുന്നത്. ഇവ രണ്ടും മനസ്സിലാക്കിയാൽ നമുക്കും എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കാം. ഒരു ട്രേഡർ ആവണോ ഒരു ഇൻവെസ്റ്റർ ആവണോ എന്നുള്ളത്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇപ്പോൾ ഒന്ന് നല്ലതാണ് അല്ലെങ്കിൽ മറ്റേത് മോശമാണ്, അങ്ങനെയില്ല. നിങ്ങളുടെ സമയവും പണവും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതല്ല രണ്ടും കൂടെ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. ഒരു ഇൻവെസ്റ്റർ ആവാം, ഒരു ട്രേഡറും ആവാം. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളും ഒരു നല്ല ട്രേഡറും ഇൻവെസ്റ്ററുമാണ് ഒരേ സമയം. ഇൻവെസ്റ്റർ ആയാലും ട്രേഡർ ആയാലും നിങ്ങൾ വിജയിക്കണം. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. ബിക്കോസ് വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിന്നേഴ്സ്. താങ്ക് യു.